ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടി അവർ കാണിച്ചിരുന്നെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് OTT റിലീസാകുമ്പോൾ അയ്യോ ഈ പടമാണല്ലോ തിയേറ്ററിൽ മിസ് ചെയ്തത് എന്ന് നമ്മൾ പറയാൻ സാധ്യതയുള്ള ഒരു സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നത്. ബാലൻ ദ ബോയ്. മികച്ച അഭിപ്രായം എല്ലാ സ്ഥലത്തുനിന്ന് വന്നിട്ടും പടം വലിയ രീതിയിൽ അങ്ങോട്ട് കളക്ട് ചെയ്യുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഈ പടം ആളുകൾ കാണുന്നില്ല. കാരണം ഇതിൽ വലിയ താരങ്ങളോ വലിയ സംഭവമായിട്ടോ ഒന്നുമല്ല ഈ പടത്തിനെ അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു പടമാണ് ബാലൻ ദ ബോയ് എന്ന് പറയുന്നത്. അഭിജിത് കുമാർ. ചിദംബരം എന്ന് പറയുന്ന സംവിധായകൻ, ജിത്തു മാധവൻ എന്ന് പറയുന്ന മറ്റൊരു സംവിധായകന്റെ എഴുത്ത്, ഇതായിരുന്നു എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ പോയി ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷത്തിനുള്ളിൽ ഇറങ്ങുന്ന ഒരു ചിത്രമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. കാണാത്തവർ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം കാണുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റി നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു അമ്മയും കുഞ്ഞും, അതാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു അമ്മയും കുഞ്ഞും അവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പക്ഷെ അതിലൂടെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയമുണ്ട്. അതായത് അമ്മയും കുഞ്ഞും ട്രാവൽ ചെയ്യുന്നു, യാതൊരു കമ്മിറ്റ്മെൻറ്റുകളും ഇല്ലാതെ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവർക്ക് ആ ജീവിതയാത്ര ഒരു സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു. അവിടെ മുതലാണ് പിന്നീട് ഈ സിനിമയുടെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്ക് മെസ്സേജ് നൽകുന്നതായിരിക്കണോ, അതോ നമ്മൾ ഭയങ്കര ത്രില്ലിംഗ് മൊമെൻ്റ് ഉണ്ടാക്കുന്നതായിരിക്കണോ? ഇതൊക്കെ പലപ്പോഴും ചോദ്യ വിഷയങ്ങളാണ്. എങ്ങനെ വേണമെങ്കിലും സിനിമ ചെയ്യാം. ആഫ്റ്റർ ഓൾ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ആ സിനിമ ഇരുന്ന് കാണാൻ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ത്രില്ലടിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്ലൈമാക്സ് ട്വിസ്റ്റും ഒക്കെയുള്ള ഒരു സിനിമയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെയൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കറങ്ങി നടന്ന ഒരു സംഭവമാണ്. ഈ സിനിമ കണ്ടവർക്കറിയാം. ഇതിൻ്റെ ക്ലൈമാക്സിൽ നമ്മളുടെ ടൊവിനോ തോമസിൻ്റെ കഥാപാത്രത്തിനോട് ഈ കുട്ടി ചെന്നിട്ട് ഒരു കാര്യം പറയുന്നൊരു സീനുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു പോലീസുകാരനെ അദ്ദേഹം തട്ടുന്നുണ്ട്. ആ സമയത്ത് ടൊവിനോ തോമസിൻ്റെ കയ്യിൽ വിലങ്ങുണ്ട്. ഈ വിലങ്ങിൻ്റെ കീ ആണോ ആ തട്ടിയതിൽ നിന്ന് ഈ പോലീസുകാരൻ്റെ അടുത്തുനിന്ന് ഈ കുട്ടി തട്ടിയെടുത്തത് എന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അതുകൂടി ക്ലൈമാക്സിൽ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്രയധികം ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു ചിത്രമായിട്ട് ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ പടം മാറി. ഇപ്പം മോശമെന്നല്ല പറഞ്ഞിട്ട്, ഒരു പക്ഷേ അവർ ഇത് വ്യക്തമാക്കാത്തതായിരിക്കും, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇട്ടതായിരിക്കും. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അവസാനം അമ്മ പറഞ്ഞിട്ടില്ലേ വരുമെന്ന് എന്ന് പറയുന്ന ഒരു വാക്ക്, നമുക്കൊക്കെയും ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയും അച്ഛനൊക്കെ പറയുന്ന വാക്കായിരിക്കും അല്ലേ. അവർ പറയുന്ന ചില വാക്കുകൾ കാരണം പാലിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള വാക്കാണ്. നമ്മുടെ ജീവന് വേണ്ടിയിട്ട് നമ്മളെക്കാൾ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന 2 പേര് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും. അതൊരിക്കൽ കൂടി കാണിച്ചു തരികയാണ് ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവി. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ഒരു പുതുമയുണ്ടായ ചിത്രമാണ് ബാലൻ ദ ബോയ് എന്ന് പറയുന്നത്. കാസ്റ്റിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം. നമ്മൾ സാധാരണ ഒരു കുട്ടി വലുതായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡയലോഗ് വേണം, അത് കഴിഞ്ഞ കാലത്ത് അങ്ങനെ സംഭവിച്ചു നമുക്ക് ഡയലോഗ് സിനിമയിൽ കേട്ട് നമ്മൾ കാണാം. ഇതൊന്നും വേണ്ട. ആ ഒരു കുട്ടി കഴിഞ്ഞ അടുത്ത ഷോട്ട്, അടുത്ത ഫ്രെയിം കാണുമ്പോൾ നമുക്കറിയാം ഇതാ കുട്ടി വലുതായതാണെന്ന്. കാരണം അത്രയ്ക്ക് സാമ്യമാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ പുതിയതായിട്ട് അഭിനയിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു നല്ല സംവിധായകൻ വിചാരിച്ചാൽ എത്ര മനോഹരമായി അഭിനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതിലൊരു അമ്മാമേൻ്റെ കഥാപാത്രമുണ്ട്. സിനിമ കണ്ട ആളുകൾക്ക് ഒരിക്കലും ആ അമ്മാമേനെ മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രസകരമായിട്ട് കുറച്ച് സീനുകൾ അമ്മാമ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ചിത്രമാണ് ബാലൻ ദ ബോയ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി സജസ്റ്റ് ചെയ്യാം.